രാവിലെ ഒരു 11 മണിയൊക്കെ അപ്പം ഞാനും അമ്മ കൂടെ നേരെ മീൻ വാങ്ങിക്കാനാണ് പോകുന്നത്. നമ്മുടെ അവിടെയൊക്കെ മീനും ഉണ്ടെന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മുടെ അവിടുത്തെ എല്ലാവർക്കും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കാനായിട്ട് വന്നത്. അങ്ങനെ എല്ലാം വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോൾ ചെറുതായിട്ട് വിശന്നോണ്ട് ഞാനും ചോക്കും കൂടി ഒരു പപ്പായാണ് അരിഞ്ഞ് കഴിച്ചത്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഫുഡ് ഉണ്ടാക്കാനാണ് വന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അതെല്ലാം വെച്ച് നല്ല സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരം കിടന്ന് ഫോണൊക്കെ നോക്കിക്കൊണ്ടപ്പോൾ ഒരാൾ വന്നുകൊണ്ട് തന്നെ ചിപ്സ് എല്ലാം എടുത്ത് ഫുൾ തീർത്തു. എന്നിട്ട് ഇത് എൻ്റെ പുറത്താണ് കയറിയിരിക്കുന്നത്. നല്ല സോഫ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് എൻ്റെ മണ്ടയ്ക്കാണ് അവൾ കയറിയിരുന്നത്. പിന്നെ ഞാനും അവളും കൂടെ അപ്പുറം കിടന്ന് ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസ് മാറ്റി മാറ്റി അയച്ച് കളിച്ചോണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ അവളെ വീട്ടിലാക്കിയിട്ട് നേരെ വന്നപ്പോൾ അരന്തണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോക്കയ്ക്ക് അരന്തണ്ണം വന്ന സന്തോഷമാണ് ഇവിടെ കാണിക്കുന്നത്. അവളുടെ സന്തോഷം തീരണതിന് മുമ്പ് തന്നെ പിടിച്ച് മരുന്നെല്ലാം ഇട്ട് കൊടുത്ത് എന്തോ മസാജ് ചെയ്യും പോലെയാണ് ചോക്ക ഇരിക്കുന്നത്. കുറച്ചേരം മാഡത്തിനെ കാണാനില്ലായിരുന്നു. സമാധാനത്തിൽ മാങ്ങ കഴിക്കാന്ന് പറഞ്ഞ് എടുത്തതാണ്. അപ്പോൾ ഉടനെ ഓടി വന്നു. പിന്നെ കുറെ നേരം അതിൽ നോക്കിക്കൊണ്ടിരുന്നോണ്ട് ഞാൻ അവൾക്ക് കൊടുത്തു. രാത്രി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നാളത്തേക്ക് കൊണ്ടുപോകാനുള്ള മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. നാളെ 2 ഗസ്റ്റ് മേക്കപ്പ് ഉണ്ട്. പിന്നെ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് അലാറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങാനായിട്ട് പോയത്.